ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് കിടക്കുമ്പോൾ ബിഗ് ബോസ് ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. സാബു മോനെ രാവിലെ തന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. സാബുവിൽ നിന്ന് ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് പവർ റൂമിലോട്ടുള്ള അടുത്ത ആഴ്ചത്തെ എൻട്രിയുമായി ബന്ധപ്പെട്ട ടാസ്ക്കാണ്. അതുകൊണ്ട് നല്ലോണം പണി കൊടുത്തോ. ഓരോരുത്തരെയും നല്ല അടിച്ച് ഇഞ്ചപ്പരവുമാക്കിയിട്ട് കോയിൻസ് കൊടുത്താൽ മതി. കോയിൻസ് ഒന്നും അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കണ്ട എന്ന് നമ്മുടെ ബിഗ് ബോസ് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് സാബു മോനും പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ്, ഞാൻ കുറച്ച് കൂടുതൽ കൊടുത്തു പോയി, ഇന്ന് ഞാൻ നല്ലോണം പണിതോളാമെന്ന്. അതിനുശേഷം ജ്യൂസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ സാബു മോൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ സീസണിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്, ജ്യൂസ് എങ്ങനെ കൊള്ളാവോന്ന്. അങ്ങനെ ഞാൻ എല്ലാം ഏറ്റോളാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന സാബു മോൻ പുറത്ത് വന്ന് എല്ലാവർക്കും കൊടുക്കുന്നത് നല്ല 8ൻ്റെ പണിയാണ്. സാബുവിന് പിന്നെ പണി കൊടുക്കാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഇപ്പം ഞാൻ എല്ലാവരും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാബു മോൻ ആദ്യം പിടിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ടീമിനെയാണ്. ഹൗസ് കീപ്പിങ്ങിലുള്ളത് ജിൻഡോ, അർജുൻ, പിന്നെ നമ്മുടെ ശ്രീത്തുവാണ്. ജിൻഡോനെയും അർജുനെയും വിളിച്ച് പറയുന്നുണ്ട്, ഈ 4 ബെഡും എൻ്റെയാണ്, ഇതെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടോളണം, ഈ റൂം നല്ലോണം പളപളാന്നാക്കിക്കോളണം എന്ന് പറയുന്നുണ്ട്. ജിൻഡോ പട്ടിയെ പോലെ അവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർജുനും സാബുമോൻ്റെ ഡ്രസ്സെല്ലാം കൊണ്ട് അലക്കി വെളുപ്പിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ പണിയുന്നുണ്ട് കേട്ടോ. അവർ ഡ്യൂട്ടി നല്ല വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതോടെ നിർത്തിയില്ല സാബുമോൻ. ബാത്റൂമിൽ പോയിട്ട് ടിഷ്യൂസൊക്കെ നനച്ച് അവിടെ എല്ലാം വൃത്തികേടാക്കുന്നുണ്ട്. എന്നിട്ട് സാബുമോൻ പറയുന്നുണ്ട്, എങ്ങനെ വൃത്തിയാക്കുന്നത് നോക്കാമെന്ന്. വെറുതെ പറയരുത്, ജിൻഡോവും അർജുനും കൂടെ ബാത്റൂം നല്ല വൃത്തിയാക്കി ചെയ്തു. അവരുടെ ഡ്യൂട്ടി അവർ നല്ല വൃത്തിയാക്കി തന്നെ ചെയ്തിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് സാബുമോൻ നേരെ കിടക്കുന്നത് കിച്ചണിലോട്ടാണ്. ഇനി കിച്ചൺ ടീമിന് കുറച്ച് പണി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അടുക്കളയും സ്റ്റൗവും ഒക്കെ എന്താ ഇത്ര വൃത്തികേടായിരിക്കുന്നത്, ഈ സ്റ്റൗവിൽ കുക്ക് ചെയ്താണോ എനിക്ക് കൊണ്ട് തരുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവിടെയും പണി കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതും റസ്മിൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഗസ്റ്റിനുള്ള മെനു റെഡിയായോ, എന്താണ് ഫുഡ് വേണ്ടതെന്ന് ചോദിച്ചോന്ന്. അപ്പോൾ അപ്സരയും ചരണിയും കൂടെ ഓടിക്കൊണ്ട് സാബുമോൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. സാബുമോൻ പറയുന്നുണ്ട്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സണ്ണി സൈഡപ്പ് മതിയെന്ന്. അപ്പോൾ നമ്മുടെ ചരണ്യ, സണ്ണി സൈഡപ്പോ, അതെന്താണ്? സംഭവമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ബുൾസയാണ്, അത് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആവും സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബുമോൻ ചോദിക്കുന്നുണ്ട്, ഒരു സണ്ണി സൈഡപ്പ് ഉണ്ടാക്കാൻ 20 മിനിറ്റ്സോ? അപ്പോൾ അപ്സര പുതിയതായി തുടങ്ങിയ ഹോട്ടലാണ് സാർ, അതുകൊണ്ടാണ്. അപ്പോൾ സാബുമോൻ, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പുതിയതായി തുടങ്ങിയ ഹോട്ടലാണെന്ന് നോക്കിയിട്ടാണോ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞ് നല്ലോണം കൊടുക്കുന്നുണ്ട് അവിടെ ശരണ്യയ്ക്ക്. അത് കഴിഞ്ഞതും അടുത്ത പണി വരുന്നത് നമ്മുടെ റോബോയ്ക്കാണ്. റോബോനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ലോ ലെവലായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ച റോബോ ആണെന്ന് തോന്നുന്നു. റോബോ പറയണമെന്നും കേൾക്കുന്നുമില്ല, തർക്കുത്തരം പറയുന്നുണ്ട്. മാൽഫങ്ഷനിങ് ആയ റോബോ ആണ്. എടുത്ത് ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ടൈം എപ്പോഴോ കഴിഞ്ഞു. റോബോ ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ജാസ്മീനാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ജാസ്മിൻ ക്യാരക്ടറിലോട്ട് കയറുന്നില്ല. ജാസ്മിനായിട്ട് തന്നെ നിൽക്കുന്നു. ജാസ്മിൻ ഇഷ്ടമല്ലാത്തവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, തർക്കുത്തരം പറയും, ജാസ്മിൻ്റെ സ്വഭാവങ്ങളെല്ലാം അവിടെ കാണിക്കും. ഇതൊരു ടാസ്ക്കാണ്. ടാസ്ക്കായി കാണാൻ എന്തുകൊണ്ട് ജാസ്മിന് പറ്റുന്നില്ല എന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ആ ഹോട്ടലിലെ ഓണേഴ്സ് ആയിട്ടുള്ളത് പവർ റൂമിലെ ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഒരു ഗസ്റ്റിന് മുമ്പിലല്ലല്ലോ കാട്ടുക. അപ്പോൾ പവർ റൂമത്തെ ആളുകൾ വന്ന് എന്ത് പറഞ്ഞാലും, അതായത് ഓണേഴ്സ് എന്ത് പറഞ്ഞാലും ജാസ്മിൻ അത് കേൾക്കില്ല, പോയി പണി നോക്കാൻ പറയും. അതായത് ചക്ക എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പറയും ചുക്ക എന്ന്. അപ്പോൾ ഈ റോബോനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. റോബോ ആകെ കേൾക്കുന്നത് നമ്മുടെ മസാജർ അല്ലെങ്കിൽ സ്പാലുള്ള നമ്മുടെ സിജോ പറയുന്നത് മാത്രമാണ്. അപ്പോൾ പവർ ടീമിലെ ആളുകൾ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അനുസരിക്കേണ്ടത് ഞങ്ങൾ ഓണേഴ്സിനെയാണ്, അല്ലാതെ സ്പാല് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അല്ല. ഇനിയും നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ റോബോനെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ടും കാര്യമൊന്നുമില്ല, നമുക്കറിയാലോ, നല്ല ലോ ലെവൽ പ്രോഗ്രാമിംഗ് ചെയ്ത റോബോ ആയതുകൊണ്ട് സാധാരണ എന്തെങ്കിലും ചോദിച്ചാൽ നീ പാടാ നിനക്ക് എന്താടാ എന്ന് പറയുന്ന റോബോ ആയതുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ.